വെൽക്കം ടു എജോബിളിസ് ലേണിംഗ്. പ്രിയപ്പെട്ട കേട്ടറ്റ് എഴുതിയ വിദ്യാർത്ഥികളെ, അധ്യാപക സുഹൃത്തുക്കളെ, നമ്മൾ ഒരുപാട് ദിവസങ്ങളായി, അതല്ലെങ്കിൽ ഒരുപാട് ആഴ്ചകളായി, മാസങ്ങളായി നമ്മൾ കാത്തിരിക്കുന്ന കേട്ടറ്റ് എക്സാമിൻ്റെ റെക്ടിഫൈഡ് ആൻസർ കീ ഇന്ന് പബ്ലിഷ് ചെയ്തു. പലരും അല്ലേ നമ്മുടെ വെബ്സൈറ്റൊക്കെ എടുത്തു നോക്കിയപ്പോൾ എല്ലാവരും എന്താണ് റെക്ടിഫൈഡ് ആൻസർ കീയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, ഏതായാലും ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് അവൈലബിൾ ആണ്. കാരണം ഡിലീറ്റ് ചെയ്താൽ അതിൻ്റെ മാർക്ക് എക്സ്ട്രാ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഏതൊക്കെ കാറ്റഗറിയിലാണ് റെക്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്, ഏതൊക്കെയാണ് ഡിലീറ്റ് ചെയ്തു പോയിട്ടുള്ളത്, ഏതൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ ഏതായാലും ഇത് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 90 മാർക്ക് വേണ്ടവർക്ക് 90 അതിൽ കൂടുതലോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കേട്ടറ്റ് എക്സാമിന് വിജയിക്കാം. ഇനി അതല്ല, അതിനേക്കാൾ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ 1 or 2 മാർക്ക് കുറഞ്ഞാലും നമുക്ക് അത് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. പലരും നേരത്തെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഒരു റിസൾട്ട് വരട്ടെ, അതല്ലെങ്കിൽ ആൻസർ കീ വരട്ടെ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ഇനി റിസൾട്ട് വരാൻ കാത്തിരിക്കേണ്ട, നിങ്ങൾ അടുത്തതിന് വേണ്ടിയിട്ടുള്ള പഠനം സ്റ്റാർട്ട് ചെയ്യുക. നമുക്കറിയാം കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ദിവസം 2 ദിവസം നോക്കാൻ വിട്ടുപോയാൽ പിന്നെ അത് പതിയെ മറന്നു, ഒരാഴ്ച നോക്കിയിട്ടില്ലെങ്കിൽ പൂർണ്ണമായിട്ടും മറന്നു പോകും. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അടുത്ത നോട്ടിഫിക്കേഷൻ വന്ന് പഠിക്കാൻ നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്നവരുടെ സൈക്കോളജി കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. PSC ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ അവർക്കതറിയാം. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു കേട്ടറ്റ് എക്സാമിന് വേണ്ടി മാത്രം ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇനി ഇപ്പോൾ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഏതൊക്കെയാണ് റെക്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് എന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് കാറ്റഗറി 1 ഒക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കൂ, കാറ്റഗറി 1 വന്നിട്ടുള്ള മാറ്റങ്ങൾ. കാറ്റഗറി 1 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി, അത് പാർട്ട് 1 501 ക്വസ്റ്റ്യൻ കൂടി. നിങ്ങൾക്ക് അതിൽ 4 ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഓരോ ABCD ആണല്ലോ. അപ്പോൾ എ കിട്ടിയ ആളുകൾ അതിൽ 15ാമത്തെ ക്വസ്റ്റ്യനിലാണ് മാറ്റം വന്നിട്ടുള്ളത്. B ആണെങ്കിൽ 21, C ആണെങ്കിൽ 12, D ആണെങ്കിൽ 20. സോ എന്തായിരുന്നു അതിൽ നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ അത് റോങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തു, ഡിലീറ്റ് ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു 1 മാർക്ക്, കാറ്റഗറി 1കാർക്ക് 1 മാർക്കായി. അടുത്തത് EVS, അതായത് Aയിൽ 76, Bയിൽ 81, അതുപോലെ തന്നെ Cയിൽ 64, Dക്കാർ 61. ആ ക്വസ്റ്റ്യനും റോങ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ട് അതും ക്യാൻസൽ ചെയ്തു. സോ 1 മാർക്ക് കൂടി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഇനി വരുന്നത് പാർട്ട് 1 തന്നെ മാത്തമാറ്റിക്സ് ഭാഗത്ത് കണ്ടോ, 50, Aയിൽ 50, Bയിൽ 59, Cയിൽ 52, Dയിൽ 41. അതിൽ നമുക്കറിയാം A എന്നുള്ള അവിടെ വന്നിട്ടുള്ളത് പ്രൊവിഷണൽ ആൻസർ കീയിൽ A എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഒറിജിനലി കറക്റ്റ് ആൻസർ B ആയിരുന്നു. സോ B ആക്കി മാറ്റിയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. രണ്ടാമത്തത് എ പാർട്ടിൽ 54ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Bയിലൊക്കെ മാറ്റങ്ങളുണ്ട്. അതിൽ ആ ക്വസ്റ്റ്യൻ റോങ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസലായി. സോ 1 മാർക്ക് കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് 55ാമത്തെ മാത്സ് 55 ആണ്. Aയിൽ വരുന്നത്. അത് ആൻസർ പ്രൊവിഷണൽ A കൊടുത്തിരുന്നു, എന്നാൽ കറക്റ്റ് ആൻസർ B ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആൻസർ ഫൈനലൈസ്ഡ് ആസ് B. എന്താണ്? B ആണ് ഫൈനൽ ആൻസർ കീയിലുള്ളത്. അതുപോലെ തന്നെ 56ാമത്തെ ക്വസ്റ്റ്യനും, അത് ഒരുപാട് മാത്സിൽ ഇപ്പം 4 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 3 ചേഞ്ച് ചെയ്തു, 1 ഡിലീറ്റ് ചെയ്തു. അതിൽ വരുന്നത് ആൻസർ പ്രൊവിഷണൽ ആൻസർ കീയിൽ D ആയിരുന്നു, എന്നാൽ കറക്റ്റ് ആൻസർ വരുന്നത് B ആണ്. സോ ആൻസർ ഇവിടെ എന്ത് ചെയ്തു, മാറ്റിയിട്ടുണ്ട്. സോ 3 മാർക്ക് അവിടെ വന്നു. ഇനി മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ മലയാളത്തിൽ 118ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് Bയിൽ 103, Cയിൽ 117, Dയിൽ 120 ആണ്. സോ ആ ക്വസ്റ്റ്യൻ റോങ് ആയിരുന്നു, അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. സോ 1 മാർക്ക് കൂടി. ഇനി വരുന്നത് ഇത് മറ്റതാണ്, നമ്മൾ മലയാളം എഴുതുന്നവർക്ക് അതിലുണ്ടാവില്ല. സോ അതിൽ കന്നഡയിൽ 115ാമത്തെ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. സോ നമുക്ക് ഏകദേശം 4 മാർക്കുകൾ 4 മാർക്ക് ഡിലീഷനിലൂടെ ലഭിക്കും. ക്ലിയർ അല്ലേ? 4 മാർക്ക് അവിടെ ലഭിക്കുന്നു. സോ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കറക്റ്റ് നോക്കുക. മാറ്റം വന്നിട്ടുണ്ട് ഫൈനൽ മാറ്റം വന്നത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. സോ ആ 3 ക്വസ്റ്റ്യൻസിൽ മാറ്റം വന്നിട്ടുണ്ട്. സോ കാറ്റഗറി 1കാർക്ക് ഒരു 4 മാർക്ക് കൂടി കിട്ടിയിരിക്കുന്നു. ബാക്കിയുള്ളത് കൂടി നോക്കണം കേട്ടോ. എന്നാൽ കാറ്റഗറി
2കാർക്ക് ശ്രദ്ധിക്കുക, അവിടെ നമുക്ക് പാർട്ട് 2 മലയാളത്തിൽ അതിൽ എയിൽ മലയാളത്തിൽ 2 ക്വസ്റ്റ്യനാണ്. ഒന്ന് 117ാമത്തെ ക്വസ്റ്റ്യനാണ്, ബിയിൽ അത് 112ആണ്, സിയിൽ 119ആണ്, ഡിയിൽ 103ആണ്. അത് റോങ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. സോ 1 മാർക്ക് അവിടെ കിട്ടി കാറ്റഗറി 2കാർക്ക്. ഇനി അതുപോലെ തന്നെ ഇംഗ്ലീഷിലാണ് പിന്നെ അടുത്ത മലയാളത്തിൽ തന്നെ 107ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അവിടെ റോങ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. സോ 1 മാർക്ക്. ഓക്കെ, 2 മാർക്ക്. ഇനി പാർട്ട് 2 ഇംഗ്ലീഷ്, നമുക്കറിയാം മലയാളം ഉണ്ട്, ഇംഗ്ലീഷ്. അതിൽ 100ാമത്തെ ക്വസ്റ്റ്യൻ വന്നത് അത് ബിയിൽ 100 തന്നെയാണ്, സിയിൽ 98, ഡിയിൽ 99ആണ്. അവിടെ വന്നിട്ടുള്ളത് പ്രൊവിഷണൽ ആൻസർ കീയിൽ സി ആയിരുന്നു, എന്നാൽ ഫൈനൽ ആൻസർ കീ ബി ആണ്. സോ അവിടെ ചേഞ്ച് ചെയ്തു. സോ ഇതാണ് കാറ്റഗറി 2കാർക്ക് ശ്രദ്ധിക്കാനുള്ളത്. കാറ്റഗറി 3 ആണെങ്കിൽ ശ്രദ്ധിക്കുക, അവിടെ നമുക്ക് സൈക്കോളജി, ഇപ്പോൾ എല്ലാവർക്കും സൈക്കോളജി ഉണ്ടല്ലോ, അതിൽ 36ാമത്തെ ക്വസ്റ്റ്യൻ ബിക്കാർക്ക് 38, സിക്കാർക്ക് 16, ഡിക്കാർക്ക് 14. ഈ ക്വസ്റ്റ്യനിലാണ് മിസ്റ്റേക്ക് അവിടെ വന്നിട്ടുള്ളത്. പ്രൊവിഷണൽ ആൻസർ കീയിൽ സി ആ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അത് കറക്റ്റ് ആൻസർ ആണ്, ഡി ആണ്. സോ ഫൈനൽ ആൻസർ കീയിൽ ഡി ആണ്. അപ്പോൾ എന്നാൽ ഇംഗ്ലീഷിൽ 57ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, പ്രൊവിഷൻ 57ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എയിൽ ബിയിൽ 55, സിയിൽ 51, ഡിയിലാണ് 66ാമത്തെ ക്വസ്റ്റ്യൻ. അതെന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ റോങ് ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്തു, 1 മാർക്ക് കിട്ടി. ഇനി മലയാളത്തിൽ പാർട്ട് 3 മലയാളത്തിൽ അല്ലേ 7005 പാർട്ട് 3 ആണ് കേട്ടോ. പാർട്ട് 3 മലയാളത്തിലാണ്. അവിടെ വന്നിട്ടുള്ള മിസ്റ്റേക്ക് 146ാമത്തെ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ട്. അതെന്ത് ചെയ്യുന്നു, പ്രൊവിഷണൽ ആൻസർ കീയിൽ സി ആണ്, എന്നാൽ കറക്റ്റ് ആൻസർ ഡി ആണ്. സോ ഫൈനൽ ആൻസർ കീയിൽ നമുക്ക് ഡി എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ പാർട്ട് 3 ഹിന്ദി. അപ്പോൾ ഹിന്ദി എഴുതിയ ആളുകൾക്ക് അവർ 3 മിസ്റ്റേക്കുകൾ ഉണ്ട്. ഒന്ന് 85, 135, 139. 85 നോക്കൂ, ക്വസ്റ്റ്യൻ റോങ് ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. സോ 1 മാർക്ക്. എന്നാൽ 135, 139 എ ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. അവിടെ ആൻസർ സി ആണ് കൊടുത്തത്, 135 ബി ആ കൊടുത്തത്, അത് സി ആയിരുന്നു കറക്റ്റ്. സോ ഫൈനൽ ആൻസർ കീയിൽ സി വന്നു. 139 കണ്ടോ, നിങ്ങൾ അവിടെ ബി ആണ് കൊടുത്തിരുന്നത് പ്രൊവിഷണൽ ആൻസർ കീയിൽ, എന്നാൽ ഫൈനൽ ആൻസർ കീ സി ആണ്. സോ ഇതാണ് നമ്മൾ അതിൽ വരുന്നത്. ഇനി കാറ്റഗറി 4 ആണ്. കാറ്റഗറി 4 നോക്കിയാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കോഡ് നിങ്ങൾക്ക് കാണാം. പാർട്ട് 2 അതായത് മലയാളത്തിൽ വന്ന മിസ്റ്റേക്കുകൾ. അവിടെ 57ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, 57, ബിയിൽ അത് 68, സിയിൽ 66, ഡിയിൽ അത് 47 ആണ്. ക്വസ്റ്റ്യൻ റോങ് ആയതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ക്യാൻസലായി, 1 മാർക്ക് കാറ്റഗറി 4കാർക്ക് കിട്ടിട്ടോ. അടുത്തത് നിങ്ങൾക്ക് പാർട്ട് അറബിയിൽ 79ാമത്തെ ക്വസ്റ്റ്യൻ 148, 79 റോങ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. സോ 1 മാർക്ക്. എന്നാൽ 148ാമത്തെ ക്വസ്റ്റ്യനിൽ പ്രൊവിഷണൽ സി ആണ്, എന്നാൽ ഒറിജിനൽ അല്ലേ കറക്റ്റ് എന്താണ്, ഡി ആണ്. സോ അവിടെ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ സാൻസ്ക്രിറ്റിലാണ് 5ഓളം ക്വസ്റ്റ്യൻസ്, 142 റോങ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. 82ാമത്തത് എ ആയിരുന്നു പ്രൊവിഷണൽ, പക്ഷേ സി ആണ് കറക്റ്റ്, അത് മാറ്റി. ഇനി 76ാമത്തതും 94ാമത്തതും 96 എയിലാണ് കേട്ടോ, അതെല്ലാം റോങ് ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്തു. സോ ഇവിടെ 3 മാർക്ക്. 116ാമത്തത് പ്രൊവിഷനിൽ മാറി സി വന്നു, എന്നാൽ കറക്റ്റ് എ ആണ്. സോ അവിടെ മാറ്റം വന്നിട്ടുണ്ട്. ഏതായാലും നിങ്ങൾക്കിത് കറക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ കേട്ടറ്റ് എക്സാമിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൂടെയും നമ്മുടെ ആപ്ലിക്കേഷനിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ നമ്മളെ വീക്ഷിക്കുകയും നമ്മുടെ എജുബ്ലിസിൻ്റെ കേട്ടറ്റ് എക്സാമിന് ലൂടെ പരിശീലനം നേടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള സമയമാണ്. പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് LP UP എക്സാമിൻ്റെ സമയമാണ്. അതിന് വേണ്ടിയിട്ടുള്ള പഠനം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതിന് നിങ്ങൾ ഓൾറെഡി കേട്ടറ്റിന് പഠിച്ച ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് LP UP എക്സാമിന് ഉപകാരപ്പെടും. SCERT-യിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. ആ മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ച് കൃത്യമായി പോവുകയാണെങ്കിൽ ഈ വർഷം വരാൻ പോകുന്ന LP UP എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇത് നേടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത LP UP എക്സാമിന് മുമ്പുള്ള നിങ്ങളുടെ അവസാനത്തെ കേട്ടറ്റ് ആയിരിക്കും. സോ ആ കേട്ടറ്റ് ഏറ്റവും ഭംഗിയായി എഴുതാൻ അതിൽ ഞാൻ ക്രാക്ക് ചെയ്തിരിക്കും. പല വിദ്യാർത്ഥികളും പറയാറുണ്ട് അല്ലേ, നമ്മുടെ ക്ലാസ്സുകൾ കേട്ടു, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ
ഒരു കോൺഫിഡൻസ് കിട്ടി. അപ്പോൾ നമ്മുടെ പഠനം ആ ഒരു സ്ട്രാറ്റജിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. വെറുതെ ക്ലാസ് കേൾക്കുന്നതിനപ്പുറം കൃത്യമായ മെറ്റീരിയൽ റെഫർ ചെയ്യുക. അതിനേക്കാൾ പ്രാധാന്യം ക്വസ്റ്റ്യൻസ് അനാലിസിസ് ചെയ്ത്, ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത്, PYQ ടെസ്റ്റുകളൊക്കെ ചെയ്ത് പരിശീലിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 100% കേട്ടറ്റ് എക്സാം വിജയിക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇനി കേട്ടറ്റ് എക്സാം എടുക്കാൻ അല്ലെ അതിനുവേണ്ടി പരിശീലനം താല്പര്യപ്പെടുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം ബാച്ചുകളിലും ജോയിൻ ചെയ്യാം. വളരെ അഫോർഡബിൾ ആയ പ്രൈസിൽ ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള അധ്യാപകർ, നെറ്റും സെറ്റും അതുപോലെ JRF വരെ നേടിയ അധ്യാപകരാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പരിശീലനം നൽകുന്നത്. സോ ഈ സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. വിജയിച്ച എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്